കണ്ണൂരിൽ നിന്നാണ്. അവിടെ സൂര്യാഘാതമേറ്റ് യുവാവ് മരിച്ചു എന്നുള്ളൊരു വാർത്ത പുറത്തുവരുന്നു. കണ്ണൂർ പള്ളിപ്പൊയിൽ സ്വദേശി സനൽകുമാർ ആണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം കിണർ കുഴിക്കുന്നതിനിടെ ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നു. ഇന്ന് പുലർച്ചെ 2:55 മരണമുണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പൊക്കെയുണ്ട്. പലയിടങ്ങളിലും അതിശക്തമായ താപനിലയാണ് രേഖപ്പെടുത്തുന്നത്. 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ മുന്നറിയിപ്പുകൾ അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോഴിതാ സൂര്യാഘാതമേറ്റ് യുവാവ് മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരികയാണ്. ഇന്ന് നോക്കുകയാണെങ്കിൽ 3 പേർക്ക് നേരത്തെ തന്നെ സൂര്യാതപം ഏൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പാണ് മലപ്പുറത്ത് നിന്ന് ഒരു കുട്ടിക്ക് സൂര്യാതപം ഏറ്റു എന്നുള്ള വാർത്തയൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങൾ നൽകാനായി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ഗോകുൽ, ഇത് എപ്പോഴാണ് ഈ യുവാവിന് സൂര്യാഘാതം ഏറ്റത്? മരണം എപ്പോഴാണ് സംഭവിച്ചത്? എന്തൊക്കെ വിവരങ്ങളാണ് നൽകാനുള്ളത്? അമൃത, കഴിഞ്ഞ ദിവസമാണ് പള്ളിപ്പൊയിൽ സ്വദേശിയായിട്ടുള്ള സനൽകുമാർ അദ്ദേഹത്തിന്റെ വീടിന്റെ അയൽവാസിയായിട്ടുള്ള ബൈജു എന്നയാളുടെ വീടിന്റെ കിണർപ്പണിയുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് സഹായത്തിനായി പോയത്. ആ സമയത്ത് അദ്ദേഹത്തിന് ഈ സനൽകുമാറിന് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടാവുകയും പിന്നീട് അദ്ദേഹത്തെ തൊട്ടടുത്തുള്ള പള്ളിപ്പൊയിൽ തന്നെയുള്ള ഒരു ക്ലിനിക്കിലും അവിടെ നിന്ന് കണ്ണൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് ഇന്ന് പുലർച്ചെ 2:55 മരണപ്പെട്ടതായിട്ടുള്ള വിവരം പുറത്തു വരുന്നത്. ഈ സൂര്യാഘാതം മൂലമാണ് മരണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചതെന്ന് FIR ഉൾപ്പെടെയുണ്ട്. ഈ വെയില്, ചൂട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും സൂര്യാഘാതവും ഒക്കെ ഏൽക്കുന്ന വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നിരുന്നു. ഇന്നിപ്പോൾ മട്ടന്നൂരിൽ നിന്ന് തന്നെ അവിടെ ഒരു മധുസൂദനൻ എന്ന് പറയുന്ന വ്യക്തിക്ക് സൂര്യാഘാതമേറ്റതും കൈക്ക് മുഴുവൻ പൊള്ളലേറ്റതുമായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ആ സമയത്താണ് കഴിഞ്ഞ ദിവസം ഈ കിണർ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു സനൽകുമാർ എന്ന് പറയുന്ന പള്ളിപ്പൂർ സ്വദേശിയായ വ്യക്തിക്ക് സൂര്യാഘാതമേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിവരം പുറത്തു വരുന്നത്. ഡോക്ടർമാർ മരണകാരണം സൂര്യാഘാതമാണ് എന്ന് അറിയിച്ചുവെന്ന് FIR-ലുണ്ട്. മരണത്തിൽ മറ്റ് സംശയങ്ങളൊന്നും തന്നെ ഇല്ല എന്നും പറയുന്നുണ്ട്. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.